നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ 6 ഫോർ ജസ്റ്റിസിന്റെ നേതാവായ ഗുർപത്വന്ത് സിംഗ് പന്നൂൺ ഇയാൾ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്ന ഒരു ഭീകരനാണ്. എന്തെങ്കിലും ഖാലിസ്ഥാൻ രാഷ്ട്രം ഉണ്ടാകുമെന്ന സങ്കല്പത്തിൽ നടക്കുന്ന വിഡ്ഢികളിൽ ഒരാളാണ് ഇയാൾ. അമേരിക്കയിലും മറ്റും ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന വിനോദം. ഇപ്പോഴാകട്ടെ പാകിസ്ഥാനിലെ ടെലിവിഷൻ ചാനലുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം ഇയാൾ വീണ്ടും ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് സ്വന്തം യൂട്യൂബ് ചാനലായിരുന്നു. അവിടെയും ഇയാളുടെ പതിവ് രീതി ഇത് തന്നെയായിരുന്നു. ഇന്ത്യ ലോകമെമ്പാടും ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുണ്ടായ കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നുണ്ട്. ഇതിലാണ് ഇയാൾക്ക് ഇപ്പോൾ ചൊറിച്ചിലുണ്ടായിരിക്കുന്നത്. ഇയാൾ ഇന്ത്യയിൽ നിന്നുള്ള ആ ഡെലിഗേഷനെ വിശേഷിപ്പിക്കുന്നത് ചെകുത്താന്റെ പ്രതിനിധികളെന്നൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻകാരെ പരമാവധി സന്തോഷിപ്പിക്കാനാണ് ഇയാൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണമുണ്ട്, ഇയാളുടെ സംഘടനയെല്ലാം തന്നെ പാകിസ്ഥാന്റെ ചാര സംഘടനയിൽ നിന്നും മാസപ്പടി വാങ്ങുന്നവരാണ്. അവരുടെ ചെലവിലാണ് ഇവരെല്ലാവരും തന്നെ കഴിയുന്നത്. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഓടി നടന്നുകൊണ്ട് ഇയാൾ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്ന ഈ സമയത്ത് ഇപ്പോൾ നിൽക്കക്കളിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇയാൾ എത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇയാളെ ഏത് നിമിഷമാണെങ്കിലും പിടികൂടാം എന്നുള്ള അവസ്ഥയാണ്. ഇനി കാനഡയിലേക്കാകട്ടെ ഇയാൾക്ക് പോകാനും കഴിയുകയില്ല. കാരണം അവിടെ പഴയ സുഹൃത്ത് ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ അധികാരത്തിന് പുറത്താണ്. പുതിയ സർക്കാരോട് അധികാരത്തിലെത്തിയിരിക്കുന്നു. അവരാരും തന്നെ ഇത്തരത്തിലുള്ള വിഘടനവാദികളെ അംഗീകരിക്കുന്നവരല്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ തന്നെ ഏറെ ആദരവോടെ കാണുന്ന ഭരണാധികാരിയാണ് മൈക്കാർണി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ഒരുപക്ഷെ ഇയാൾ നാളെ പാകിസ്ഥാനിലെത്തി അവിടെ താമസമാക്കുമോ എന്നാണ് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടത്. ഈ പന്നൂൺ നിരന്തരമായി ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഇന്ത്യൻ ഡെലിഗേഷനെ ഒരിടത്തോട്ടും പ്രവേശിപ്പിക്കരുത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിനായി താൻ അമേരിക്കൻ കോൺഗ്രസിനെയും അമേരിക്കൻ സർക്കാരിനെയൊക്കെ തന്നെ സമീപിക്കുമെന്നാണ് ഈ വിഘടന നേതാവ് പറഞ്ഞത്. പക്ഷേ അയാൾ ഓർക്കാത്തൊരു കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത ഒരു നേതാവാണ് ട്രംപ്. ട്രംപുമായി നമുക്ക് പല കാര്യങ്ങളും വിയോജിപ്പുണ്ടാകാം. പക്ഷേ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആൾ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ ഒരു വിഘടനവാദി എത്രയും വേഗം പിടിച്ചുകെട്ടി ഇന്ത്യയിലേക്ക് അയക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇവിടെ ശിഷ്ടകാലം ഇയാൾക്ക് തിഹാർ ജയിലിലോ മറ്റോ കഴിയാം. പക്ഷേ ഒരുപക്ഷെ ഇയാൾക്ക് അമേരിക്കൻ പൗരത്വം ഉണ്ടായിരിക്കാം. പക്ഷേ ട്രംപിനൊന്നും ബാധകമല്ല. പൗരത്വം റദ്ദാക്കിയിട്ട് വണ്ടി കയറ്റി അയക്കുന്നതാണ് ട്രംപിന്റെ ഒരു രീതി. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് എല്ലായിടത്തും വ്യക്തമാക്കി കഴിഞ്ഞു. ഇയാൾ മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പന്നൂൺ. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ പിന്നെ ഇന്ത്യ അതൊരു രാജ്യമേ കാണുകയില്ല എന്ന്. ഇപ്പോൾ ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് ലോകം കണ്ടു. ഇന്ത്യയുടെ ശക്തിക്ക് മുന്നിൽ കണ്ടം വഴി ഓടുന്ന പാകിസ്ഥാനാണ് കണ്ടത്. ഒരു കാലിൽ വീണ് മാപ്പ് പറഞ്ഞാണ് വല്ലവിധേനയും തടിയൂരി പാകിസ്ഥാൻ രക്ഷപ്പെട്ടത്. ഇതൊന്നും ഈ സർദാർജിക്ക് ബാധകമേ അല്ല. ഇയാൾ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രചരണം തന്നെ നടത്തുകയാണ്. കാരണം ഇത് അയാളുടെ വയറ്റിപ്പഴപ്പാണ്. കാരണം പാകിസ്ഥാൻ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അയാളും അയാളുടെ കുടുംബവും അയാളുടെ പ്രസ്ഥാനവും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് യജമാനോട് എന്നും വിധേയത്വം കാണിക്കുന്ന ഒരു മൃഗമായി ഇയാൾ എന്നും അവിടെ തന്നെ കഴിയും എന്ന് നമുക്ക് ഉറപ്പാക്കാം. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇന്ത്യയിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ വിതയ്ക്കാൻ ആരെയും നമ്മൾ അനുവദിക്കുകയില്ല. അങ്ങനെ അതിന് ശ്രമം നടത്തിയവരൊക്കെ തന്നെ ഇന്ന് ഈ ലോകത്തില്ല എന്ന കാര്യം ഇയാൾ പലപ്പോഴും ഓർക്കാറില്ല. മാത്രവുമല്ല, ലോകത്ത് എവിടെയെങ്കിലും ഒരു വിഘടനവാദി കൊല്ലപ്പെട്ടാൽ അതൊക്കെ ഇന്ത്യക്കാരാണ് കൊന്നത് എന്ന് നിരന്തരം വിളിച്ചു പോകുന്ന ആൾ കൂടിയാണ് ഈ പന്നൂൺ.